മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് കൊല്ലം ജില്ലയിൽ പുതുതായി നിർമ്മിച്ചു നൽകിയ 56 വീടുകളുടെ താക്കോൽ ദാനം നടന്നു. കൊല്ലം ഇളമ്പള്ളൂരിൽ നടന്ന ചടങ്ങ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഇതുവരെ പദ്ധതി പ്രകാരം 228 കുടുംബങ്ങൾക്കാണ് അന്തിയുറങ്ങാനുള്ള വീട് സമ്മാനിച്ചത്. സമാധാനത്തിന്റെ മനസ്സുമായി അവർ സ്വന്തം വീടുകളിൽ അന്തിയുറങ്ങി. സ്വന്തമായുള്ള എന്റെ വീടിന്റെ സുരക്ഷിതത്വത്തിലായിരുന്നു ആ 56 കുടുംബങ്ങളും. തങ്ങളെപ്പോലെയുള്ള 228 കുടുംബങ്ങളെ ചേർത്ത് നിർത്തിയ മാതൃഭൂമിക്കും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും നന്ദി പറഞ്ഞു. വയസ്സായിട്ടും നടക്കാനാകാത്ത മകനെ തോളിലേറ്റി വന്ന ഉദയശ്രീ എന്ന അമ്മയ്ക്ക് സ്വന്തമായൊരു വീട് ലഭിച്ചപ്പോൾ ഉണ്ടായത് സന്തോഷക്കണ്ണീർ. താക്കോൽ ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ മുഖത്തൊരു ആശ്വാസ പുഞ്ചിരി വിരിഞ്ഞു. ഇനി സമാധാനമായി കിടന്നുറങ്ങാം. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിൽ കൊല്ലം ജില്ലയിൽ പൂർത്തിയായ 56 വീടുകളുടെ താക്കോൽ ദാനമായിരുന്നു ചടങ്ങ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് അശരണർക്ക് വീടൊരുക്കുന്ന ഈ പദ്ധതി വൻ വിജയമായതെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം ശ്രേയാംസ് കുമാർ പറഞ്ഞു. വാടക വീടുകളിലും ടാർപോളിൻ ഷെഡുകളിലും ജീവിതം തള്ളി നീക്കിയവരുടെ സ്വപ്നത്തിനപ്പുറമുള്ള വീടുകളാണ് പദ്ധതിയിലൂടെ നൽകുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. ജീവിതം കെട്ടിപ്പടുക്കുന്നതാണ് എന്റെ വീട് പദ്ധതിയെന്ന് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ. ഈ കൊല്ലം ജില്ലയിൽ തന്നെ 228ഓളം വീടുകൾ പണിതീർത്ത് 2 ഫേസുകളിലായി ഫേസ് 1 ഫേസ് 2 പണിതീർത്ത് കൈമാറ്റം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആകെ കേരളത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 1261ഓളം വീടുകൾ പൂർത്തിയാക്കി കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. അതിന് മുന്നിൽ പ്രവർത്തിച്ചവരെ അതുകൊണ്ട് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അത് തന്നെയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ജോയിന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ P ജയരാജ്, സോഷ്യൽ ഇനീഷ്യേറ്റീവ് ഡയറക്ടർ SM വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ ഇതോടെ 228 കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ വീടുകൾ സ്വന്തമായി. 120-ലധികം വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടത്തിലുമാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.